നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയണം, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഒരു മാംസകഷ്ണം. അത് എല്ലാ അർത്ഥത്തിലും നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും മെച്ചപ്പെട്ടു നന്നായി. രണ്ടർത്ഥത്തിൽ ഈ ഹദീസ് വായിക്കാം. ഹാർട്ടിന് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച ആളാണെങ്കിൽ അയാളെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും അത് പ്രതിഫലിക്കും. എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ ഒരു കുറവുണ്ടാകും. നിങ്ങളൊരു ഹാർട്ട് രോഗിയെ കണ്ടു നോക്കൂ. അവന്റെ ശരീരത്തിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട 7 അവയവങ്ങളിലും അതിന്റെ ചെറിയ കേടുപാട് ചെറിയ രൂപത്തിലെങ്കിലും രൂപപ്പെട്ടു വരും. അതേ സമയത്ത് ഒരു രോഗവും ഇല്ലാത്ത നല്ല തെളിഞ്ഞ ഹാർട്ടാണെങ്കിൽ ബാക്കി എല്ലാ അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യസ്ഥിതി ഉണ്ടാകും. അങ്ങനെ ഒരർത്ഥം ആ പറഞ്ഞ വിഷയത്തിന് വെക്കാം. കേടുപാടും നല്ലതും. അതല്ല, ആന്തരികമായി ചില വിഷയങ്ങളുണ്ട്. ബാഹ്യതലത്തിൽ അതിന്റെ ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ടാകും. ആന്തരിക തലത്തിൽ നമ്മുടെ കൽബിന് കേടുപാട് സംഭവിക്കുന്ന കൽബിയായ രോഗങ്ങൾ അത് പിടിപെട്ട് കഴിഞ്ഞാൽ ശരീരം മുഴുവനും ഫസാദായി പോയി. കൽബ് മോശമാണെങ്കിൽ അവന്റെ നാവും, അവന്റെ കൈയും, അവന്റെ കാലും, അവന്റെ കണ്ണും, അവന്റെ നാക്കും, അവന്റെ കാതും, അവന്റെ അവയവങ്ങളിലൊക്കെ അതിന്റെ ദൂഷ്യവശങ്ങൾ പ്രതിഫലിക്കും. അവന്റെ നാവ് ശരിയായ രൂപത്തിലാകൂല, കണ്ണുകൊണ്ട് കാണുന്നത് നേരാകൂല, കാതുകൊണ്ട് കേൾക്കുന്നത് മോശപ്പെട്ടതായിരിക്കും, കൈകൊണ്ട് അവൻ സ്പർശിക്കുന്നതും ടച്ച് ചെയ്യുന്നതും എഴുതുന്നതും പിടിക്കുന്നതും എല്ലാം മോശപ്പെട്ടതായിരിക്കും. കാലുകൊണ്ട് സഞ്ചരിക്കുന്നതും കാലുകൊണ്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതും ആ കാലെടുത്ത് വെക്കുന്നതും കാലുകൊണ്ട് മറ്റു പ്രയോഗങ്ങൾ നടത്തുന്നതും ഒക്കെ അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്തതായിരിക്കും. ഖൽബ് കേടായി പോയാൽ പിന്നെ ഒക്കെ മോശമായി.